Question number 10. Let A equal to R minus set 3 and B is equal to R minus set 1. Consider the function f from A to B defined by f of x is equal to x minus 2 by x minus 3 is f is 1, 1 and on 2. ഇപ്പോൾ ഈ എഫ് ഓഫ് എക്സിൽ എക്സിന് ഒരിക്കലും 3 ആവാൻ പറ്റില്ല. കാരണം 3 വരാണെങ്കിൽ 3 മൈനസ് 3 എന്ന് പറയുന്നത് 0 വരും. അപ്പോൾ ഈ നമ്പർ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ 3നെ നമ്മൾ ഡൊമൈനിൽ നിന്ന് മൈനസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത് എ ഇസ് ഈക്വൽ ടു ആർ മൈനസ് സെറ്റ് 3 ആണ്. എ ഇസ് ഈക്വൽ എഫ് ഫ്രം എ ടു ബി ആണ്. എ എന്ന് പറയുന്നത് ആർ മൈനസ് 3 ആണ്. ബി എന്ന് പറയുന്നത് ആർ മൈനസ് 1 ആണ്. ഇനി എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തേക്കുന്നത് എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3 എന്നാണ്. ഇത് 1, 1 ആണോ ഓൺ 2 ആണോ നോക്കണം. നമ്മളെങ്ങനെ 1, 1 ആണോ നോക്കാറ്? എഫ് ഓഫ് എക്സ് 1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ഇംപ്ലൈസ് എക്സ് 1 ഈസ് ഈക്വൽ ടു എക്സ് 2 ആണോ നോക്കും. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് എഫ് ഓഫ് എക്സ് 1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ഇംപ്ലൈസ് എക്സ് 1 ഈക്വൽ ടു എക്സ് 2 ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് 1, 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ലെറ്റ് എക്സ് 1 എക്സ് 2 എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റ്സ് എവിടെ എടുക്കുകയാണ്? എയിലുണ്ടെന്ന് പറഞ്ഞ് എടുക്കുകയാണ്. ലെറ്റ് എക്സ് 1 എക്സ് 2 ബിലോങ്സ് ടു എ. എ എന്ന് പറയുന്നത് ആർ മൈനസ് 3 ആണ്. ഇനി എഫ് ഓഫ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് 1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് 1 മൈനസ് 2 ബൈ എക്സ് 1 മൈനസ് 3 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് പറയുന്നത് എക്സ് 2 മൈനസ് 2 ബൈ എക്സ് 2 മൈനസ് 3. ഇനി ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ റൈറ്റ് സൈഡിലത്തെ ഡിനോമിനേറ്ററിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടിട്ടാണ്. അപ്പോൾ ഈ എക്സ് 2 മൈനസ് 3 എന്ന് പറയുന്നത് ഇവിടെ ഡിവിഷനാണ് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. നമുക്ക് എക്സ് 1 മൈനസ് 2 ഇൻറ്റു എക്സ് 2 മൈനസ് 3 ബൈ ഇവിടെ കിടക്കുന്ന ഡിവിഷനെ, അതായത് എക്സ് 1 മൈനസ് 3 എന്ന് പറഞ്ഞ ഡിനോമിനേറ്ററിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ, റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ അത് ഒരുമിച്ച് ചെയ്താണ്. അതായത് എക്സ് 1 മൈനസ് 2 ഇൻറ്റു എക്സ് 2 മൈനസ് 3 എക്സ് 2 മൈനസ് 3 ഈക്വൽ ടു എക്സ് 2 മൈനസ് 2 ഇൻറ്റു ലെഫ്റ്റ് സൈഡിൽ ഡിനോമിനേറ്ററിന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ന്യൂമറേറ്ററിൽ വരും എക്സ് 1 മൈനസ് 3. ഇതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്താൽ ഇംപ്ലൈസ് എക്സ് 1 ഇൻറ്റു എക്സ് 2 എന്ന് പറയുന്നത് എക്സ് 1 എക്സ് 2 ആണ്. എക്സ് 1 ഇൻറ്റു മൈനസ് 3 എന്ന് പറയുന്നത് മൈനസ് 3 എക്സ് 1 ആണ്. മൈനസ് 2 ഇൻറ്റു എക്സ് 2 എന്ന് പറയുന്നത് മൈനസ് 2 എക്സ് 2 ആണ്. മൈനസ് 2 ഇൻറ്റു മൈനസ് 3 എന്ന് പറയുന്നത് പ്ലസ് 6 ആണ്. ഈക്വൽ ടു എക്സ് 2 ഇൻറ്റു എക്സ് 1 എന്ന് പറയുന്നത് എക്സ് 2 എക്സ് 1 ആണ്. എക്സ് 2 ഇൻറ്റു മൈനസ് 3 എന്ന് പറയുന്നത് മൈനസ് 3 എക്സ് 2 ആണ്. മൈനസ് 2 ഇൻറ്റു എക്സ് 1 എന്ന് പറയുന്നത് മൈനസ് 2 എക്സ് 1 ആണ്. മൈനസ് 2 ഇൻറ്റു മൈനസ് 3 എന്ന് പറയുന്നത് പ്ലസ് 6 ആണ്. ഇനി ഇതിൽ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഒരേ സൈൻ വരുന്നത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ എക്സ് 1 എക്സ് 2 ഉണ്ട്, ഇവിടെ എക്സ് 2 എക്സ് 1, അതായത് എക്സ് 1 എക്സ് 2 തന്നെ. അതായത് ഉദ്ദേശിക്കുന്നത് ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് എന്തായിരിക്കും? എക്സ് 1 എക്സ് 2 മൈനസ്, ഇവിടെ പ്ലസ് ആണ്, അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് ആവുമല്ലോ. അപ്പോൾ എക്സ് 1 എക്സ് 2 തന്നെയല്ലേ വരാം. അപ്പോൾ എക്സ് 1 എക്സ് 2 മൈനസ് എക്സ് 1 എക്സ് 2 എന്ന് കിട്ടും. അപ്പോൾ അത് 0 ആണ്. അപ്പോൾ അതിന് പകരം നമുക്ക് ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും സെയിം സൈൻ വരുന്നത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എക്സ് 1 എക്സ് 2 ക്യാൻസൽ ചെയ്ത് പോയി, 6ഉം ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ഈ രണ്ട് ടൈം ലെഫ്റ്റ് സൈഡിൽ 2 ടൈം ഉണ്ട്, റൈറ്റ് സൈഡിലും 2 ടൈം ഉണ്ട്. അതായത് മൈനസ് 3x1 മൈനസ് 2x2 ഈക്വൽ ടു മൈനസ് 3x2 മൈനസ് 2x1. ഇപ്പോൾ എല്ലാ നമ്പേഴ്സ് എല്ലാതും മൈനസ് ആണ്. അപ്പോൾ ഒരു മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ ഇത് എല്ലാം പ്ലസ് ആവില്ലേ? 3x1 ത്രൂ ഔട്ട് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3x1 പ്ലസ് 2x2 ഈക്വൽ ടു 3x2 പ്ലസ് 2x1 എന്ന് പറഞ്ഞിട്ടും ഇതിനെല്ലാത്തിനും ഒന്ന് ഒരുമിച്ച് ചെയ്താണ്. ഇവിടെ 3x1 ഉണ്ട്, ഇവിടെ 2x1 ഉണ്ട്. അപ്പോൾ ഈ 2x1 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടിട്ടാണ്. അപ്പോൾ 3x1 മൈനസ് 2x1 ഈക്വൽ ടു 3x2. 2x2നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുമ്പോൾ മൈനസ് 2x2 ആയിരിക്കും. 3x1 മൈനസ് 2x1 എന്ന് പറയുന്നത് x1 ആണ്.
ഈ 3x2 - 2x2 എന്ന് പറയുന്നത് x2 ആണ്. അപ്പോൾ x1 = x2 എന്ന് കിട്ടി. നമ്മൾ f(x1) = f(x2) implies x1 = x2 ആയി. അപ്പോൾ f എന്ന് പറയുന്നത് എന്തായി? 1 1 ആയി. Therefore f is 1 1. ഈ f എന്ന് പറയുന്നത് O2 ആണോ നോക്കണം. O2 ആണ് നമ്മളെപ്പോഴും ഇങ്ങനെ പ്രൂവ് ചെയ്യാറ്. ഒരു y എന്ന് പറയുന്നത് കോഡൊമൈനിൽ ഉണ്ടെന്ന് പറഞ്ഞെടുക്കും. ഇവിടെ കോഡൊമൈൻ എന്ന് പറയുന്നത് b ആണ്. let y element of b such that f of x is equal to y. നമ്മുടെ f of x എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? x - 2 / x - 3 = y. ഇനി ഇതിന് നമ്മൾ x is equal to കൊണ്ടാണ് എഴുതാറ്. അപ്പോൾ x - 2 = x - 3നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ ഡിവിഷനാണ്. x - 3 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. y × x - 3. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ xy - 3y എന്ന് പറഞ്ഞു കിട്ടും. അതായത് x - 2 = xy - 3y എന്ന് പറഞ്ഞു കിട്ടി. ഇനി എക്സിനൊക്കെ ഒരുമിച്ച് ചെയ്താണ്. കാരണം നമുക്ക് x equal to എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ എക്സിൻ്റെ ടേംസിനൊക്കെ ഒരുമിച്ച് ചെയ്താണ് എക്സ്. ഇനി ഈ xyനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ -xy = -3y -2നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ +2 ആവും. ഇനി ഇതിന് എക്സിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ x × 1 - x പോയ y വരും = 2 - 3y എന്ന് പറഞ്ഞു കിട്ടി. ഈ എക്സിനെ ഇവിടെ നിർത്തിയിട്ട് 1 - yനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ 1 - y എന്ന് പറയുന്നത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? ഡിവിഷൻ ആയിരിക്കും. അപ്പോൾ x = 2 - 3y / 1 - y. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഈ എക്സ് എന്ന് പറയുന്നത് ഡൊമൈനിലുണ്ടായിരിക്കണം. അപ്പോൾ അത് നോക്കാം. y നമ്മൾ ബിയിലെടുത്തേക്കുന്നത്. ഇവിടെ y ഡിനോമിനേറ്ററിൽ y 1 ആവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു എക്സ് ഉണ്ടാവില്ല. കാരണം ഇത് ഡിനോമിനേറ്ററിൽ 0 വരും. അപ്പോൾ ഈ ഒരു ടേം ഉണ്ടാവില്ല. 1 - yക്ക് അപ്പോൾ 0 വരാൻ പാടില്ല. പക്ഷെ നമ്മൾ y എന്ന് പറയുന്നത് ബിന്ന് എടുത്തേക്കുന്നത്. b എന്ന് പറയുന്നത് r - 1 ആണ്. അപ്പോൾ y ഒരിക്കലും 1 ആവില്ല. അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ. 2 - 3. അപ്പോൾ y എന്ന് പറയുന്നത് ആറിലത്തെ എലമെൻ്റ് ആണ്. 2 - 3y / 1 - y എടുക്കുകയാണെങ്കിൽ അതും ആറിലുണ്ടായിരിക്കും. അപ്പോൾ ഇത് ബിലോങ്സ് ടു ആറിലുണ്ടെന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ ഡൊമൈനിലുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യാം? f of x is equal to f of xന് പകരം എന്ത് ചെയ്തു? 2 - 3y / 1 - y എന്ന് പറഞ്ഞു. ഇനി f of x എന്ന് പറയുന്നത് ഇത് അടുത്തതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. f of x എന്ന് പറയുന്നത് x - 2 / x - 3 ആണ്. അതായത് എക്സിന് -2 ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ വരും. ആ എക്സിന് -3 ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ വരും. അതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ x എന്ന് പറയുന്നത് 2 - 3y / 1 - y ആണ്. അതിൽ നിന്ന് -2 ചെയ്യുമ്പോഴാണ് നമുക്ക് ന്യൂമറേറ്റർ കിട്ടുന്നത്. ബൈ എക്സിന്ന് 3 മൈനസ് ചെയ്യണം. അപ്പോൾ x എന്ന് പറയുന്നത് 2 - 3y / 1 - y ആണ്. അപ്പോൾ അതിൽ നിന്ന് 3 ചെയ്യുമ്പോഴാണ് ഡിനോമിനേറ്റർ കിട്ടുന്നത്. ഇപ്പോൾ x - 2 / x - 3 എന്ന് പറഞ്ഞ ഫോമായി. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ബൈ 1 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2 - 3y × 1 2 - 3y × 1 -2 × 1 - y divided by 1 - y × 1 all divided by ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 - 3y × 1 -3 × 1 - y divided by 1 - y × 1 വരും × 1. ഇവിടെ ന്യൂമറേറ്ററിലത്തെ ഡിനോമിനേറ്ററും സെയിം ആണ് വരുന്നത്. അതായത് 1 - y × 1 ഈ രണ്ട് ടേമും ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാണെങ്കിൽ ഇത് രണ്ടും നമുക്ക് അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് 2 - 3y × 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 - 3y
2 ഇൻറ്റു 1 എന്ന് പറയുന്നത് 2 ആണ്. മൈനസ് 2 ഇൻറ്റു മൈനസ് വൈ എന്ന് പറയുമ്പം പ്ലസ് 2y വരും. ഡിവൈഡഡ് ബൈ 2 മൈനസ് 3y ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 2 മൈനസ് 3y തന്നെ വരും. മൈനസ് 3 ഇൻറ്റു 1 എന്ന് പറയുന്നത് മൈനസ് 3 ആണ്. മൈനസ് 3 ഇൻറ്റു മൈനസ് വൈ എന്ന് പറയുന്നത് പ്ലസ് 3y ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 2 മൈനസ് 2 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. അതുപോലെ ഇവിടെ മൈനസ് 3yയും പ്ലസ് 3y ഉണ്ട്. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് ബാക്കി മൈനസ് 3y പ്ലസ് 2y എന്ന് പറഞ്ഞു കിട്ടും. മൈനസ് 3y പ്ലസ് 2y എന്ന് പറഞ്ഞിട്ട് ബൈ താഴെ വരുമ്പോൾ 2 മൈനസ് 3 ആയിരിക്കും. മൈനസ് 3y പ്ലസ് 2y എന്ന് പറയുന്നത് മൈനസ് y ആണ്. ബൈ 2 മൈനസ് 3 എന്ന് പറയുന്നത് മൈനസ് 1 ആണ്. അപ്പോൾ ഈ നെഗറ്റീവും ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് ഈക്വൽ ടു y എന്ന് പറഞ്ഞു കിട്ടി. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y എന്ന് പറഞ്ഞു കിട്ടി. അതായത് ഫോർ ഈച്ച് y എലമെൻറ്റ് ഓഫ് ബിക്ക് ഒരു കറസ്പോണ്ടിങ് ആയിട്ടൊരു എക്സ് എവിടെ ഉണ്ടായിരിക്കും? y എന്ന് പറയുന്നത് കോഡൊമൈനിൽ എടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് എന്ന് പറയുന്നത് ഡൊമൈനിലുണ്ടായിരിക്കും. അതായത് അതിൻ്റെ ബി എന്ന് പറയുന്നതിൽ ബിയിലത്തെ ഒരു എലമെൻറ്റിന് എയിൽ ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കും. ഫോർ ഈച്ച് y എലമെൻറ്റ് ഓഫ് ബി ദർ എക്സിസ്റ്റ് എക്സ് ഈക്വൽ ടു എക്സ് എന്തായിരുന്നു? 2 മൈനസ് 3y ബൈ 1 മൈനസ് y ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു y. അപ്പോൾ നമുക്ക് എഫ് എന്ന് പറയുന്നത് ഓൺ ടു എന്ന് പറഞ്ഞു കിട്ടി. ഇവിടെ നമ്മൾ ആദ്യം ഓൺ ടു ആവണമെങ്കിൽ ബി എന്ന് പറയുന്ന സെറ്റിലത്തെ എല്ലാത്തിനും ഒരു പ്രീ ഇമേജ് എയിൽ എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം വൈ എന്ന് പറയുന്നത് ബിയിലുണ്ടെന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വൈ എന്ന് പറയുന്നത് ഇമേജ് ആയിട്ട് വരണം. വൈ ഇമേജ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ വൈ ഇമേജ് ആയിട്ട് വരണ ഒരു എക്സ് എന്ന് പറയുന്നത് എയിലുണ്ടായിരിക്കണം. സച്ച് ദാറ്റ് എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഫ് എന്ന് പറയുന്നത് നമുക്ക് 1 1 ഒന്നും കിട്ടി, ഓൺ ടു എന്ന് പറഞ്ഞു കിട്ടി. Therefore f is 1 1 and on 2. ഏതെങ്കിലും സ്റ്റെപ്പിൽ മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിച്ചോളൂ. താങ്ക് യു.